കോട്ടയം ജില്ലയിലെ മുട്ടുചിറ എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സംശയിക്കേണ്ട, വിശുദ്ധ അൽഫോൻസാമ്മയുടെ അതേ ഗ്രാമം, അതേ കുടുംബത്തിൽ 1965 മാർച്ച് 16 നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക കർഷകനായ NM മാത്യുവിൻ്റെയും അമ്മിണി മാത്യുവിൻ്റെയും മകളായി ജനിച്ചു. റോമൻ കലണ്ടറിലെ 74-ാം ദിവസം അടയാളപ്പെടുത്തുന്ന ഐഡ്സ് ഓഫ് മാർച്ച്, അതായത് മാർച്ച് 15 ഓർമ്മപ്പെടുത്തി NM മാത്യു തൻ്റെ മകൾക്ക് ഐമ എന്ന് പേരിട്ടു. മുട്ടുചിറയിലെ വീട്ടുവളപ്പിലെ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ കളിച്ചു വളർന്ന് ചെടികളെയും പൂക്കളെയും കൗതുകത്തോടെ നിരീക്ഷിച്ച് പഠിച്ച് നമ്മുടെ ടീച്ചർ 1980 SSLC പാസ്സായി അമലഗിരി കോളേജിൽ പ്രീ ഡിഗ്രി പഠനം ആരംഭിച്ചു. നാട്ടുനടപ്പനുസരിച്ച് പ്രീ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകുന്നവർക്ക് പറഞ്ഞ വിഷയങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആയിരുന്നെങ്കിലും ചെടികളോടുള്ള തൻ്റെ അടങ്ങാത്ത ഇഷ്ടത്തിൻ്റെ പേരിൽ വാശി പിടിച്ച് ബോട്ടണി പഠിക്കാൻ അച്ഛനമ്മമാരുടെ മാത്രം പിന്തുണയോടെ പാലക്കാട് മേഴ്സി കോളേജിൽ ചേർന്നു. പക്ഷേ പഠനത്തിൽ മാത്രം ഒതുങ്ങുന്ന ആളായിരുന്നില്ല കേട്ടോ നമ്മുടെ ടീച്ചർ. അവിടെ ഇന്റർ യൂണിവേഴ്സിറ്റി ഹോക്കി പ്ലെയറും ആയിരുന്നു. ഡിഗ്രി പഠനത്തിനൊടുവിൽ തൻ്റെ ഇടം സസ്യശാസ്ത്രം തന്നെ എന്നുറപ്പിച്ച് MSc പഠിക്കുവാനായി ദേവഗിരി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ചേർന്നു. 2 വർഷം അവിടെയും അധ്യാപകരും കൂട്ടുകാരുമൊത്ത് സ്വന്തം വിഷയത്തിൽ കൂടുതൽ അറിവ് സ്വായത്തമാക്കി. അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം MPhil പഠനത്തിനായി 1987 തിരുച്ചിയിലെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ചേർന്നു. തന്നെ വളർത്തിയത് അധ്യാപകരും ഈശ്വരൻ്റെ കൃപയും എത്തിപ്പെട്ട ഇടങ്ങളും തന്നെയാണെന്ന് എപ്പോഴും ഓർക്കുന്ന ടീച്ചറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാലയവും തിരുച്ചി സെൻറ്റ് ജോസഫ്സ് കോളേജ് തന്നെയാണ്. അവിടെ നിന്നും ഫസ്റ്റ് റാങ്കോടെ പാസ്സായി 1989 ശേഷം പ്ലാന്റ് ഫിസിയോളജിയിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താനായി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായി. ടീച്ചർ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ അധ്യാപികയായിട്ടാണ്. പിന്നീടങ്ങോട്ടുള്ള നീണ്ട 23 വർഷങ്ങൾ അസംഷൻ കോളേജിൻ്റെ സ്വന്തം ടീച്ചറായി മാറി പല സ്ഥാനങ്ങൾ വഹിച്ചു. 9 വർഷത്തെ ഗവേഷണത്തിനൊടുവിൽ PhDയും നേടി. ഈ കാലഘട്ടത്തിൽ തോമസ് ജെ ചെറുകരയെ വിവാഹം കഴിച്ചു. അവർക്ക് ജോൺ, മീര എന്ന 2 മക്കളും ജനിച്ചു. തൻ്റെ എല്ലാ വിജയങ്ങളും അധ്യാപകരുടെയും കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സ്നേഹവും ഈശ്വരൻ്റെ അനുഗ്രഹവുമാണെന്ന് ആവർത്തിച്ച് പറയുന്ന ഐമ ടീച്ചർ 2003 യങ് സയൻറ്റിസ്റ്റ് അവാർഡ്, 2012 വിമൻ അച്ചീവർ ഇൻ സയൻസ് അവാർഡും അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടി. ഓസ്ട്രേലിയയിലെ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയിലടക്കം വിവിധ അന്താരാഷ്ട്ര സെമിനാറുകളിൽ പങ്കാളിയായി. പല ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളുടെയും എഡിറ്ററായി. കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഭാഗമായി പല ഗവേഷണങ്ങളിലും ഏർപ്പെട്ടു. സമൂഹത്തിൻ്റെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനായി കൂൺ കൃഷി ജനകീയമാക്കുന്ന നിരവധി ശില്പശാലകൾ നടത്തി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. 2015 വിമല ഹൃദയത്തിൽ നിന്ന് തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ടീച്ചറായി എത്തുന്നത്. പിന്നീടുള്ള 6 വർഷമെന്ന ചുരുങ്ങിയ കാലഘട്ടമാണെങ്കിലും സ്നേഹത്തോടെയും പ്രതിബദ്ധതയോടെയും നമ്മുടെ ടീച്ചർ പഠിപ്പിച്ചു. യാത്ര പറഞ്ഞ് പിരിയുമ്പോഴും ചുറുചുറുക്കൊട്ടും നഷ്ടപ്പെടാത്ത മനസ്സുകൊണ്ട് എപ്പോഴും ചെറുപ്പം സൂക്ഷിക്കുന്ന ഐമ ടീച്ചർക്ക് തുടർന്നും എല്ലാവിധ സുഖസന്തോഷങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.